ഒരു ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന്. നമ്മുടെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻസ് തുടങ്ങി നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സർക്കിൾ, നമ്മുടെ ഓൺ ലൈഫ് സിറ്റുവേഷൻസ്, ഇതൊക്കെ നമ്മൾ ഒത്തിരി ഡിസ്ട്രാക്റ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. ഈ നോയ്സിൻ്റെ ഒക്കെ ഇടയിൽ നിന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഒരു ക്രിസ്തുവിൻ്റെ അനുയായിയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ശബ്ദത്തിന് ഇത്ര ഇമ്പോർട്ടൻസ്? അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: My sheep hear my voice, and I know them. They follow me. I give them eternal life, and they will never perish, and no one will snatch them out of my hand. ആടുകൾക്കൊരു പ്രത്യേകതയുണ്ട്. അവരുടെ ഷെപ്പേർഡിൻ്റെ വോയിസ് മാത്രമേ ഫോളോ ചെയ്യത്തുള്ളൂ. നമ്മൾ നമ്മുടെ ദൈവത്തിൻ്റെ ആടുകളാണ്. അവൻ്റെ വോയിസ് നമുക്ക് തിരിച്ചറിയാൻ ദൈവം നമുക്കൊരു അനുഗ്രഹം തന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ക്വയറ്റ് ടൈം മാറ്റിവെക്കുക. നമ്മുടെ ബിസി സ്കെഡ്യൂളിൽ നിന്ന് നമ്മുടെ ഫോണൊക്കെ മാറ്റിവെച്ച് അവന് വേണ്ടി ജെന്യുവിനായിട്ട് കുറച്ച് സമയം അവനോടൊപ്പം സ്പെൻഡ് ചെയ്യുക. ആ സ്പെൻഡ് ചെയ്യുന്ന സമയം നമുക്ക് അവൻ്റെ ശബ്ദം തിരിച്ചറിയാൻ സാധിക്കും. ആൻഡ് വൈ ഇസ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്? ബിക്കോസ് ആ ശബ്ദത്തിന് മാത്രമേ നിത്യത വാഗ്ദത്തം ചെയ്യാൻ കഴിയുള്ളൂ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ എവറിബഡി. ടേക്ക് കെയർ.